മൂന്നാം വർഷം കഴിക്കുന്ന ആടെ ഫ്രണ്ടിലുണ്ട്. അത് കരിക്ക് കുടിക്കുന്ന തേങ്ങക്കും എല്ലാത്തിനും ഉപയോഗിക്കാം. ഇത് തന്നെ 2-3 സൈസ് ഉണ്ട് കേട്ടാ. എല്ലാവർക്കും നമസ്കാരം. പൂക്കുളത്തല അഗ്രി ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നഴ്സറിയിലെ വീഡിയോ തന്നെയാണ്. ഇന്ന് നഴ്സറിയിൽ എന്തൊക്കെയാ പരിപാടി, പണി, സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് സ്റ്റാഫെല്ലാം കുറവാണ്, അതുകൊണ്ട് പണി കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. സ്റ്റാഫെല്ലാം കുറവായതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് പിന്നെ കസ്റ്റമേഴ്സ് എല്ലാം നഴ്സറിയിൽ സാധനം വാങ്ങാൻ വരുന്നതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. പച്ചക്കറി ഏതാ വേണ്ടേ? 3 ചൂട് അല്ലേ? ഇത് നല്ല നല്ല സാധനമാണ്, നല്ലതാണ്. അതേപോലെ തന്നെ റബ്ബർ നമ്മ ചെയ്യുന്നത് പോലെ തന്നെ നല്ല കുഴിയാക്കിയിട്ട് കുഴിയിൽ വളവും ചെയ്തിട്ട് ഈ കവർ പൊളിഞ്ഞിട്ട് വെച്ചു കൊടുക്കേ വേണ്ടു. വഴുതിന വേണ്ടേ? ഈ 10 രൂപേന്റെ തന്നെ എടുത്തോറ വഴുതിന. ഇതന്നെ ഇതാകുമ്പോ അതുപോലെ വലിപ്പായില്ലേ? നീളം വഴുതിനെയാണ്. പയറ് മീറ്റർ പയറ് നീളത്തിലില്ലേ? അല്ല, പയറ് നല്ല പോലെ ആവും. ഇല്ല പയറ് പോവൂല, ഒന്നാവൂല. മതി. അങ്ങനെ ചെറിയൊരു പൊട്ടിപ്പേ വരണ്ടോ? 20 രൂപക്ക് എടുക്കാട്ടാ. വെണ്ട വേണ? വെണ്ട തൈ വേണ? ഇതാ ആനക്കൊമ്പൻ വെണ്ട വെള്ള. അത് കാറ്റ് കൊണ്ടാന്ന്, ഇവിടുത്തെ കാറ്റ്. നല്ല ഉഷാറായിട്ട് വരും. അങ്ങനല്ല, നമുക്ക് നിങ്ങളോട് അങ്ങനെ പറഞ്ഞൂടാ. എന്താ വെച്ചാല് നിങ്ങൾ എന്നും വരുന്ന ആൾക്കാരല്ലേ, അപ്പൊ അതിന്റെ രീതിയിലേ നമ്മ പറയുള്ളൂ. നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നല്ലേ ഇപ്പൊ? എല്ലാ വർഷം എത്ര കൊണ്ടുപോകുന്നു? അല്ല, സാധാ പച്ചമുളക് നല്ല ഹൈബ്രിഡ്. അതന്നെ, ഒരേനം പച്ചമുളക് ഇപ്പൊ ഇട്ടിട്ടില്ല. ആഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്ക് കാന്താരി, ക്യാപ്സിക്കം, പച്ചമുളക്. ഇല്ല, പച്ചക്കറി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ആ കുഴിയിലേക്ക് ഇല വെച്ച് കൊടുക്കണം. സാധാരണ നമ്മ ഇത് നടൂലേ, മണ്ണിലേക്ക് നട്ടിട്ട് ഇതിന്റെ ചോട്ടില് ഇല വെച്ച് കൊടുക്കണം. എന്താ പിന്നെ ഈ മഴേന്റെ തുള്ളിയില്ലേ അല്ലി, അതിലേക്ക് വരൂല. വേറൊന്നും വേണ്ടേ? വളം വേണ്ടേ? നമ്മളെ ജൈവവളം എന്ന് വെച്ചാല് ഇതിന്റെ ഉള്ളിലുണ്ട്, എല്ലാം കൂടി മിക്സാണ്. അതാണ് ചാക്ക്. 25 രൂപ. പിന്നെ സറാമയിലുണ്ട്, എല്ലുപൊടി ഉണ്ട്, വേപ്പുമുണ്ടൊക്കെ ഉണ്ട്. നമ്മളെ വളം എടുക്കാം അല്ലേ? അതെന്തിനു 1 കിലോ മതിയാ? കുറച്ച് നല്ല വളം ചെയ്തിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കൂലോ. ചെറുനാരക എഴുതിത്തരാം. 70-105 റബ്ബർ തൈ എടുക്കാൻ വേണ്ടി ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. നമുക്കിനി അത് വണ്ടിയിലേക്ക് കയറ്റുന്നതെല്ലാം നമുക്ക് കാണാം. ഇങ്ങോട്ടേക്ക് വെച്ചോടിങ്ങനെ, പക്ഷെ മറ്റേ തൈ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബെഡ് അടന്ന് വരും. വലിയ മോഹിനാറാ
അതിന്റെ ഇടയ്ക്ക് തന്നെ ഈ രണ്ടാമത്തെ ലൈൻ അതിന്റെ അറ്റത്തതാ പേര്. ആ ആദ്യത്തെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തന്നെ. എന്നാ ഗംഗാ ബോണ്ട് എടുത്താ പോരെ? ഗംഗാ ബോണ്ടല്ലേ നല്ലേ? ആടെ ഫ്രണ്ടിലുണ്ട്. അത് കരിക്ക് കുടിക്കുന്ന തേങ്ങക്കും എല്ലാത്തിനും ഉപയോഗിക്കാം. കുറ്റിയായിട്ടേ വളരുള്ളൂ. ചെന്തെങ്കിൽ കുറച്ച് പൊക്കം പോന്നല്ലേ. ഇത് ചെറുത്. ഗംഗാ ബോണ്ടാ നല്ലത് കരിക്ക് കുടിക്കാണെങ്കിൽ. വലുതാ നല്ലത്. 3-ാം വർഷം കഴിക്കുന്ന അല്ലല്ല, കായ്ച്ചു ഇഷ്ടം പോലെ. കാഴ്ച വീഡിയോ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാലോ. എന്താന്ന് റംബൂട്ടാൻ? ഇത് ഹോം ഗ്രേഡ്സ് ആണ്. ശരിക്കും നോക്കുന്നുണ്ട് 2.5 വർഷം കൊണ്ട് കായ്ക്കും ഇത്. ചെറുത് ഇത്. അത് വഡ് തൈയാണ്. ഇത് ഹോം ഗ്രേഡിന്റെ തൈ. ഇത് മഞ്ഞാന്ന്. നല്ല റെഡിനേക്കാളും ടേസ്റ്റ് കൂടുതൽ കഴിച്ചാലും മധുരം അധികം ഇതിന്. റെഡ് നിറച്ചും പിടിക്കും, അതേപോലെ തന്നെ പിടിക്കും. മധുരം അധികമാണ് ഇതിന്. മഞ്ഞ റംബൂട്ടാൻ ഒരെണ്ണം എടുത്തോ. നല്ല രസമാണ് കാണാൻ. ഏടിയില്ല പ്രവേട്ട, വെറൈറ്റി ആണ്. ഒന്നെടുത്തോ. എന്താ വേണ്ടേ? ഒരു മഞ്ഞ എടുത്തോന്ന്. ഇത് തന്നെ 2-3 സൈസ് ഉണ്ട് കേട്ടാ റംബൂട്ടാൻ. നല്ല വെയിൽ വേണം. വെയില് വേണം. വെയിലേ വേണ്ടു, വേറൊന്നും വേണ്ട. വളങ്ങളും മണ്ണ് ഇതാ കോഴിഫാമിന്റെ അടുത്ത് അവിടെ വെക്കാം. ഇപ്പുറത്ത് തന്നെ വെക്കാം. ഒരു മഞ്ഞ കൊടുക്കട്ടാ. അപ്പുറം ആ വീട്ടിന്റെ ഇപ്പുറ സൈഡിൽ വെച്ചോ. ഞാൻ ഇടക്ക് ഇത് വെച്ചാ ഞാൻ ഇടക്ക് പലവത്ത് വന്നിട്ടായിരുന്നു പറിച്ചിട്ട് വരും. 1-2 എടുത്തോന്ന്. വേറൊന്നും വേണ്ടേ? വേറെ ഒന്നും വേണ്ടേ? ഫ്രൂട്ട്സിന്റെ സപ്പോർട്ട വേണ? സപ്പോർട്ട അടിയുണ്ടാ? ചെറുനാരകം. നിങ്ങൾക്ക് നല്ലോണം ഇറച്ചിന്റെ വെള്ളം ഇല്ലേ? ചെറുനാരകം എമ്മാതിരി പിടുത്തം പിടിക്കുന്ന അറിയാം. അതിന് അതേ വേണ്ടു, മീനിന്റെ വെള്ളം ഇറച്ചിന്റെ വെള്ളം. പ്ലാവ് വേണ? ചക്ക വേണ്ടല്ലോ അല്ലേ? മാവ് ഏത് വേണ്ടേ? അതായിരുന്നു വീണേ. മാവ് നല്ല വെറൈറ്റി മാവ് എടുത്തോ. പിടിക്കും, നല്ല പോലെ പിടിക്കും. മാവ് ഒരെണ്ണം എടുക്ക. വർഷം ജയത്തേട്ട് 3-ാം വർഷം. വിയറ്റ്നാം മാത്രമേ 1.5 വർഷം കൊണ്ട് കഴിക്കൂലൂ. ഇത് 1.5 വർഷം കൊണ്ട് കഴിക്കുന്ന പ്ലാവാണ്. 1.5 വർഷം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കായ്ച്ചിട്ട് കാണിച്ചു തരാം. വേറൊന്ന് വളം വേണം. ആയിട്ടാ വളം വേണോലു അടവൊക്കെ. എത്രണ്ണം വേണ്ടേ? ഇനി ഏതാ അങ്ങ് കൊടുത്തു വിട്ടേക്കാം. അത് അവർക്ക് കൊടുത്ത്. ചീഞ്ഞൊന്നും അത് 2 മതിയാ? ഇതിന് നിങ്ങൾ കൊണ്ടുപോയിട്ട് വേപ്പം പിണ്ണാക്ക് മാത്രം ഇട്ടിട്ട് വെച്ചാൽ വേറെ ഒന്നും വേണ്ട. ഇതിന്റെ വേര് ഒരുക്കുന്നുണ്ടെങ്കിൽ ഒരുക്കാം. ഈടി മുറിച്ച് ഇത് ഇവിടുന്ന് മുറിച്ചിട്ട് ഈ വേരും കളഞ്ഞിട്ട് ഇവിടെ ഒരു പൊടിയുണ്ട് സൂഡോമോണസ് പറയുന്നത്. അത് നിങ്ങൾ പച്ചക്കറിക്കും എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടാ. അതില് മുക്കി വെച്ചാ മതി, വേറെ ഒന്നും വേണ്ട കേട്ടാ. വേറൊന്നും ഇടണ്ട. വേറൊന്നും വേണ്ട. എന്നപ്പാട് നിങ്ങൾ പിറ്റേന്ന് തന്നെ വെക്കാം. ചാണപ്പൊടി ഇടേ വേണ്ട. വേറെ എന്തെങ്കിലും വളം ഇട്ട് കൊടുത്താൽ വേണ്ട. അതിന്റെ ഉള്ളിൽ ആ തണ്ടുതുറപ്പന്റെ പുഴുവില്ലേ? അങ്ങോട്ടല്ല, നമുക്ക് നിങ്ങൾക്ക് ഓരോരോ കൂടിലിടണ്ടേ നേരം. നമ്മൾ ജൈവ വളം ഉണ്ട് ഇടാ നടന്നത്. ഇനി നമ്മള് നിങ്ങളെ കാണിക്കുന്നത് മുള നടുന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കവറിലല്ലേ നടുന്നേ? കവറിൽ ഇവിടെ 8x8 കവർ.
8x8-ൻ്റെ കവറിലാണ് നമ്മൾ നടുന്നത് എങ്ങനെയാണെന്ന് പാർവച്ചി ഇപ്പോൾ കാണിച്ചു തരും. ആദ്യം മണ്ണിട്ടിട്ട് അതിലേക്ക് മുളക് വെക്കുക. ഗൈസ് അങ്ങനെ ഒരെണ്ണം നമ്മളാക്കി. ഇനി നമുക്ക് ഇത്രയുണ്ട്, ഇത് മൊത്തം നമുക്ക് നടാനുള്ളതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മൊത്തം നിറച്ച് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ നനയ്ക്കണം. നനച്ച് കഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് പയ്യെ ഇനി കിളുത്ത് വന്നോളും. വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ് ഇനി. അത് മൊത്തം അങ്ങനെ കഴിഞ്ഞു. അതിൽ എല്ലാത്തിനും വെള്ളം നിറച്ച് കൊടുത്തു. ഇനി അത് പയ്യെ കിളുത്ത് വന്നോളും. കിളുത്ത് വന്നു കഴിയുമ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ബൈ.